ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ജർമ്മൻ നാടോടി കഥയാണ്. കഥയിലോട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിടക്കുകയാണ്. ഇച്ചിരി നീണ്ടൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ. ഇത് പണ്ട് ജർമ്മനിയിൽ നടന്ന ഒരു കഥയാണ്. ഫീച്ചേഴ്സ് പക്ഷി എന്ന് പറഞ്ഞാൽ നീന്തുന്ന പക്ഷി, അരയന്നം എന്നെല്ലാം കരുതപ്പെടാറുണ്ടെങ്കിലും ഈ കഥയിൽ അതിനെ നമ്മൾ മാന്ത്രികൻ്റെ പക്ഷി എന്ന് വിളിക്കാം. ഈ കഥ ഒരു മാന്ത്രികൻ്റെ കഥയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു പേര് നൽകാം. ഈ കഥയിലെ നായകൻ ഒരു മാന്ത്രികനും കള്ളനുമായിരുന്നു. അയാൾ പാവപ്പെട്ടവനെ പോലെ വീട് തോറും കയറിയിറങ്ങി ഭിക്ഷ യാചിക്കുന്നത് ഒരു പതിവാക്കിയിരുന്നു. അങ്ങനെ ഭിക്ഷ യാചിച്ച് നടക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ കണ്ടാൽ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവരെ തൻ്റെ അടിമകളാക്കി ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുന്ന പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്നൊരു ദിവസം അയാൾ കയറി ചെന്ന വീട്ടിൽ അയാളൊരു പെൺകുട്ടിയെ കണ്ടു. അയാൾക്ക് അവളെ ഇഷ്ടപ്പെട്ടു. വിശക്കുന്നതിന് എന്തെങ്കിലും ആഹാരം നൽകാൻ അയാൾ അവളോട് അഭ്യർത്ഥിച്ചു. അവൾ അകത്തുപോയി ഒരു കഷ്ണം റൊട്ടി എടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് നൽകി. റൊട്ടി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അവളുടെ വിരലുകളിൽ സ്പർശിക്കാൻ അയാൾ മറന്നില്ല. ആ സ്പർശനം ഒന്നു മാത്രം മതിയായിരുന്നു അയാളുടെ മാന്ത്രിക ശക്തിക്ക് അടിമയാകാൻ. അയാൾ തിരികെ പോകുമ്പോൾ അവൾ അയാളുടെ ഒപ്പം അല്പം പിൻപിലായി നടന്നു. മറ്റാരും അവരെ ശ്രദ്ധിക്കുന്നില്ലെന്നോ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അയാൾ സാവധാനം സ്വന്തം വീട്ടിലേക്ക് നടന്നത്. പുറകിൽ അവളും. സ്വന്തം വീട്ടിലെത്തിയ അയാൾ അവൾക്ക് വേണ്ട ആഹാരവും വസ്ത്രങ്ങളുമെല്ലാം നൽകുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ അവൾ അയാളുമൊത്ത് അവിടെ കുറച്ച് ദിവസങ്ങൾ താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അയാൾ അവളോട് പറഞ്ഞു, എനിക്ക് 2 ദിവസത്തെ ജോലിയുണ്ട്, അതുകൊണ്ട് അടുത്ത 2 ദിവസം ഞാനിവിടെ ഉണ്ടാവുകയില്ല. ഇതാ ഒരു മുട്ട, ഇത് നീ ഭദ്രമായി സൂക്ഷിക്കണം. എന്ന് മാത്രമല്ല, എപ്പോഴും ഇത് നിന്റെ കയ്യിൽ തന്നെ കാണണം. ഇത് നിന്റെ രക്ഷയ്ക്കാണ്, മനസ്സിലായോ? അതുപോലെ ഈ മുറിയുടെ താക്കോലാണിത്, ഇതും സൂക്ഷിച്ച് വെക്കുക. യാതൊരു കാരണവശാലും നീ ഈ മുറി തുറക്കാൻ പാടില്ല. ശരി, അവൾ പറഞ്ഞു. പക്ഷേ അയാൾ പോയ ഉടൻ തന്നെ അവൾ തുറക്കാൻ പാടില്ലെന്ന് വിലക്കപ്പെട്ടിരുന്ന മുറി തുറന്ന് അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കുകയായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞിരുന്നത് പോലെ ആ മുട്ട കയ്യിലെടുക്കാൻ മറന്നില്ല. ആ മുറിയിൽ അവൾ കണ്ടത് അവിശ്വസനീയവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു. മുറിക്കകത്ത് തട്ടിൻ്റെ ആകൃതിയിൽ വാർത്തെടുത്ത ഒരു സ്ഥലം. അതിനകത്ത് കുറേയധികം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ അടുക്കി അടുക്കി കിടത്തിയിരുന്നു. എല്ലാം വെട്ടി തുണ്ടുകളാക്കി വെച്ചിരിക്കുന്നത് പോലെ. കാലം കഴിഞ്ഞിട്ടും ഉണങ്ങാതെ ഓരോ ജഡത്തിൽ നിന്നും വാർന്നുകൊണ്ടിരുന്ന രക്തം. ആ കാഴ്ച കണ്ട് അവൾ ഭയന്ന് വിറച്ചു. അവൾ അറിയാതെ കയ്യിലുണ്ടായിരുന്ന മുട്ട താഴെ വീണു. മുട്ട വീണത് ഒരു ശരീരത്തിൻ്റെ പുറത്തായിരുന്നു. ഭയന്നിട്ടാണെങ്കിലും അവൾ ആ മുട്ട ധൃതിയിൽ എടുത്തു. മുട്ടയുടെ പുറത്ത് രക്തം പുരണ്ടിരുന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും രക്തക്കറ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. ഏതായാലും അവൾ മുട്ടയും എടുത്ത് മുറിക്ക് വെളിയിലേക്ക് ഓടി. മുറി ഭദ്രമായി അടച്ചുപൂട്ടി താക്കോൽ സൂക്ഷിച്ചു വെച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം മാന്ത്രികൻ തിരികെ എത്തി. അയാൾ അവളോട് താക്കോലും മുട്ടയും തിരികെ ചോദിച്ചു. അവൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ താക്കോലും മുട്ടയും തിരികെ കൊടുത്തു. പക്ഷേ മുട്ടയുടെ പുറത്തെ രക്തക്കറ ഉടനെ മാന്ത്രികൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ മുറി തുറന്ന് അകത്ത് കയറിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ സാവധാനം ആ മുറി തുറന്നു. പിന്നീട് അവളോട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം ആ മുറിക്കകത്ത് പോയി. പക്ഷെ ഇന്ന് നിനക്കിഷ്ടമില്ലെങ്കിലും
അതിനകത്തേക്ക് പോകാൻ തയ്യാറായിക്കോ. അയാൾ കോപത്തോടെ അവളുടെ കൈ പിടിച്ച് നിർബന്ധമായി മുറിയിലേക്ക് വലിച്ചു കയറ്റി. തികച്ചും ക്രൂരമായ രീതിയിൽ അവളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് മുറിക്കുള്ളിലെ തട്ടിൽ മറ്റ് ശവങ്ങളോടൊപ്പം അടുക്കി വെച്ചു. പിന്നീട് മുറി അടച്ചുപൂട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മാന്ത്രികൻ വീണ്ടും വീടുകൾ തോറും കയറി യാചിക്കാനിറങ്ങി. കൂട്ടത്തിൽ അവളുടെ വീട്ടിലും കയറി. അന്ന് അയാൾക്ക് റൊട്ടിത്തുണ്ട് നീട്ടിയത് അവളുടെ അനുജത്തിയായിരുന്നു. പിന്നീട് നടന്നതെല്ലാം നേരത്തെ സംഭവിച്ച സംഗതികളുടെ ഒരാവർത്തനമായിരുന്നു. ഒരു ദിവസം അവളുടെ ജീവനില്ലാത്ത ജഡവും ആ മുറിയിലെ തട്ടിൽ അടുക്കി വെക്കപ്പെട്ടു. വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം കഥ ആവർത്തിച്ചു. ആ അവസരത്തിൽ അയാൾക്ക് റൊട്ടി നീട്ടിയത് അവളുടെ ഇളയ അനുജത്തിയായിരുന്നു. മാന്ത്രികൻ പതിവുപോലെ ഒരു ദിവസം താക്കോലും മുട്ടയും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് മുമ്പ് ചെയ്തിരുന്നത് പോലെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി അവൾക്ക് നൽകി. പിന്നീട് അയാൾ 2 ദിവസത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഇളയ അനുജത്തി മൂത്തവരെ അപേക്ഷിച്ച് കൂടുതൽ കുശാഗ്ര ബുദ്ധിയായിരുന്നു. അവൾ മുട്ട തൻ്റെ കുപ്പായ കീശയിൽ ഭദ്രമായി വെച്ചു. പിന്നീട് കതക് തുറന്ന് മുറിക്കകത്ത് കയറി. അവിടെ കണ്ട കാഴ്ച ആ അനുജത്തിയെ ഭയപ്പെടുത്തി എന്നതിന് പുറമെ വളരെ സങ്കടപ്പെടുത്തുകയും ചെയ്തു. മൂത്ത സഹോദരിമാരുടെ തുണ്ടങ്ങളാക്കപ്പെട്ട ശരീരഭാഗങ്ങൾ കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. എങ്കിലും ധൈര്യം അവലംബിച്ച് അവൾ ചിന്തിച്ചു. ശരീരഭാഗങ്ങളിൽ നിന്ന് ചോര ഊറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച അവൾക്ക് അതിലെന്തോ നിഗൂഢത ഉള്ളതായി സംശയം തോന്നി. അവൾ പരീക്ഷണാർത്ഥം സഹോദരിമാരുടെ ഓരോരുത്തരുടെയും ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി യോജിപ്പിച്ചു വെച്ചു. അങ്ങനെ ഓരോ ശരീരവും പൂർണ്ണമായി കൂട്ടിച്ചേർന്നപ്പോൾ അവയിൽ ജീവന്റെ തുടിപ്പ് കാണാൻ കഴിഞ്ഞു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ശരീരഭാഗങ്ങൾ ശരിയായി ഒന്നിക്കുകയും അവർക്ക് ജീവൻ വീണ്ടു കിട്ടുകയും ചെയ്തു. ആ കൊച്ചു സഹോദരി ജ്യേഷ്ഠത്തിമാരെ തട്ടിൽ നിന്ന് വെളിയിൽ വരാൻ സഹായിച്ചു. പിന്നീട് അവരെ ആ മുറിയിൽ നിന്ന് വെളിയിലാക്കി മുറി പൂട്ടി താക്കോൽ സൂക്ഷിച്ചു വെച്ചു. കൂടാതെ 2 സഹോദരിമാരെയും ആരും ശ്രദ്ധിക്കാത്ത വിധം വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു വലിയ കുട്ടയിൽ കിടത്തി. പിന്നീട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കടലാസു തുണ്ടുകളും അതിനു പുറത്ത് ചില സ്വർണ്ണാഭരണങ്ങളും നിരത്തിവെച്ചു. അവൾ അവർക്ക് ചില നിർദ്ദേശങ്ങളും നൽകി. അപ്പോഴേക്കും മാന്ത്രികൻ തിരികെ എത്തി. വന്നയുടൻ അയാൾ ചോദിച്ചു, എൻ്റെ താക്കോലും മുട്ടയും എവിടെ? അവൾ ഭവ്യതയോടെ മുട്ടയും താക്കോലും അയാളുടെ കയ്യിൽ കൊടുത്തു. മുട്ട കണ്ടപ്പോൾ ഇവൾ താൻ നിർദ്ദേശിച്ചിരുന്നത് പോലെ പൂട്ടിയിരുന്ന മുറി തുറന്നിട്ടില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അയാൾ വിചാരിച്ചതിനുള്ള കാരണം വ്യക്തമാണല്ലോ. അത് അയാൾക്ക് സന്തോഷത്തിന് വക നൽകി. അയാൾ അവളോട് പറഞ്ഞു, നല്ലത് തന്നെ, നീ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ വിവാഹ ചടങ്ങ് നടത്താം. അവൾ അല്പം നാണം നടിച്ചു പറഞ്ഞു, എനിക്ക് സമ്മതം തന്നെ, പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട്. അതങ്ങ് സാധിച്ചു തരണം. എന്തൊക്കെയാ നിബന്ധനകൾ? കേൾക്കട്ടെ. നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഞാൻ നിങ്ങളുടെ കൂടെ ആണെന്നും നിങ്ങൾ ഇന്ന് തന്നെ എന്നെ വിവാഹം കഴിക്കുകയാണെന്നും അറിയിക്കണം. കൂടാതെ അവരെ വിവാഹത്തിന് വരാൻ ക്ഷണിക്കുകയും വേണം. അത്രയേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യമല്ലേ? ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അല്ല, ഒരു സംഗതി കൂടിയുണ്ട്. എന്താ? പറഞ്ഞോ. ഞാനൊരു കുട്ടയിൽ കുറേ സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ആ സാധനങ്ങളുടെ മുകളിലായി 1-2 സ്വർണ്ണാഭരണങ്ങളും. കുട്ടയ്ക്ക് അല്പം ഭാരക്കൂടുതൽ കാണും. അത് വകവയ്ക്കാതെ കുട്ട നിങ്ങൾ സ്വന്തം തലയിൽ ചുമന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സമ്മാനമായി നൽകണം. പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അല്പം പോലും വിശ്രമിക്കാൻ പാടില്ല. ഇത് ഞങ്ങളുടെ ഇടയിൽ വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി അനുഷ്ഠിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങ് ഇതുകൂടി എനിക്ക് വേണ്ടി ചെയ്യുകയില്ലേ? അവൾ ചോദിച്ചു. ശരി, അങ്ങനെ തന്നെ. ഉടനെ കുട്ട തയ്യാറായിക്കോ. അല്പനിമിഷങ്ങൾക്ക് ശേഷം അവൾ കുട്ട തയ്യാറായി എന്ന് അയാളോട് പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കുട്ടയും തലയിൽ വെച്ച് അയാൾ യാത്ര ആരംഭിച്ചു. കുട്ടയ്ക്ക് ഭാരം കുറച്ചൊന്നുമല്ല. എൻ്റെ നടുവ് ഒടിയാതിരുന്നാൽ ഭാഗ്യം. അവൾ സന്തോഷം ഭാവിച്ച് അയാളോട് പറഞ്ഞു. എങ്ങും വിശ്രമിക്കരുത് കേട്ടോ. വിശ്രമിച്ചാൽ എനിക്ക് ഈ ജനാലയിൽ കൂടി കാണാൻ കഴിയും. അവൾ സന്തോഷഭാവത്തിൽ ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും പറഞ്ഞു. വേഗം തിരികെ വന്നോളൂ. അതിനുള്ളിൽ ഞാൻ എൻ്റെ വിവാഹാടകൾ അണിഞ്ഞ് തയ്യാറായിരിക്കാം. ശരി, വേഗം ഒരുങ്ങിക്കോ. അയാളും നിറഞ്ഞ സന്തോഷത്തോടെ പ്രതികരിച്ചു.
അയാൾ കുട്ടയുമായി അവളുടെ വീട്ടിലേക്ക് നടന്നു. കുട്ടയ്ക്ക് ഭാരം കൂടുതലായിരുന്നതുകൊണ്ട് അല്പം ക്ഷീണിച്ച അയാൾ കുറച്ച് വിശ്രമിച്ചാലോ എന്ന് ആലോചിച്ചു. നടപ്പിന്റെ വേഗം കുറയ്ക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കിയ കുട്ടയിലുണ്ടായിരുന്ന ഒരു സഹോദരി ഇളയ അനുജത്തിയുടെ സ്വരത്തിൽ പറഞ്ഞു, വിശ്രമമൊന്നും വേണ്ട കേട്ടോ, എനിക്ക് ഈ ജനാലയിൽ കൂടി അങ്ങേ കാണാം. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ശബ്ദമാണെന്ന് ധരിച്ച മന്ത്രവാദി ഒട്ടും വിശ്രമിക്കാതെ കുട്ട അവളുടെ വീട്ടിലെത്തിച്ചു. കൂടാതെ പറഞ്ഞിരുന്നത് പോലെ എല്ലാം കൃത്യമായി ചെയ്ത് മടങ്ങുകയും ചെയ്തു. അതിനിടയിൽ ഇളയ സഹോദരി എങ്ങനെ ആ വീട്ടിൽ നിന്നും മന്ത്രവാദി തിരികെ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയായിരുന്നു. പൂട്ടിയിരുന്ന മുറി തുറന്ന് നേരത്തെ തുണ്ടമാക്കപ്പെട്ട ശരീരഭാഗങ്ങളിൽ നിന്ന് ചിലതെല്ലാം പെറുക്കിയെടുത്ത് ഒരു സ്ത്രീരൂപമാക്കി വീടിൻ്റെ ജനാലയ്ക്ക് മുമ്പിൽ നല്ല വിവാഹ വസ്ത്രങ്ങൾ ചുറ്റി അലങ്കരിച്ച് നിർത്തി. വഴിയിൽ നിന്ന് വീട്ടിലേക്ക് നോക്കുന്നവർക്ക് അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അത്. പിന്നീട് സ്വന്തം ദേഹത്ത് ഒട്ടുന്ന നല്ല പശപ്പുള്ള കുറച്ച് തേൻ പുരട്ടി. വീട്ടിലുണ്ടായിരുന്ന തൂവലുകൾ നിറച്ചുണ്ടാക്കിയ ഒരു മെത്ത കീറി മുറിച്ചു. അവൾ ആ തൂവലുകൾക്ക് നടുവിൽ കിടന്ന് ഉരുണ്ടു. ആ തൂവലുകൾ അവളുടെ ദേഹമെല്ലാം ഒട്ടിപ്പിടിച്ചു. അവളെ കണ്ടാൽ ഒരു അരേന പക്ഷിയെപ്പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ തികഞ്ഞ ജാഗ്രതയോടെ വഴിയിലിറങ്ങി ഓരമായി നടന്നു. വഴിയിൽ കണ്ട ചിലരൊക്കെ അവളോട് ചോദിച്ചു, ഹേയ് അരേന പക്ഷി, നീ എവിടുന്നാ? ഞാനാ മാന്ത്രികന്റെ വീട്ടിൽ നിന്നാ. ഓഹോ, മാന്ത്രികന്റെ കല്യാണമാണെന്ന് കേട്ടല്ലോ. അതെ അതെ, ഞാൻ വധുവിനെ ഒരുക്കിയിട്ട് വരികയാ. ദാ ആ ജനാലയിൽ കൂടി നോക്കിയാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വധുവിനെ കാണാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ മാന്ത്രികൻ തിരിച്ചു വരുന്നത് അവൾ കണ്ടു. അവൾ കൂടുതൽ ജാഗ്രതയായി നടന്നു. ഏയ് പക്ഷി, നീ എവിടുന്നാ? ഞാൻ ആ മാന്ത്രികന്റെ വീട്ടിൽ നിന്നാ. അല്പം നിർത്തിയിട്ട് അവൾ തുടർന്നു, ഇന്ന് മാന്ത്രികന്റെ കല്യാണമാ. വധു എന്നെ വിളിച്ചതുകൊണ്ട് ഞാനിവിടെ പോയി മാന്ത്രികൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അണിയിച്ചൊരുക്കിയിട്ട് വരികയാ. നല്ല പൂ പോലത്തെ പെണ്ണ്. ഹേ അരേന പക്ഷി, അവളവിടെ ഇപ്പോൾ എന്ത് ചെയ്യുകയാ? വീടെല്ലാം അടിമുടി ശുദ്ധം ചെയ്തതിനു ശേഷം അണിഞ്ഞൊരുങ്ങി ദാ ആ ജനലിനരികിൽ നിൽക്കുന്നുണ്ട്. നോക്കിയാലും ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ സുന്ദരിയായ വധുവിനെ കാണാൻ കഴിയും. ഞാൻ ആ വധുവിനെ ഒരുക്കിയത് കേട്ടോ. അത്രയും പറഞ്ഞിട്ട് അവൾ ധൃതിയിൽ നടന്നു. അയാൾക്ക് തൻ്റെ വധുവിനെ ജനലിൽ കൂടി കാണാൻ കഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയതുമില്ല. അപ്പോഴേക്കും അവൾ സഹോദരിമാരോട് നൽകിയിരുന്ന നിർദ്ദേശപ്രകാരം അവളുടെ മാതാപിതാക്കളും മറ്റ് അയൽവാസികളും അവിടേക്ക് വരുന്നത് അവൾ കണ്ടു. മാന്ത്രികൻ അയാളുടെ വീട്ടിനകത്തേക്ക് കയറുന്ന സമയം വരെ അവർ കാത്തുനിന്നു. അയാൾ വീട്ടിൽ കയറിയ ഉടൻ തന്നെ അവർ വീട് ചുറ്റി വളയുകയും വീടിൻ്റെ കതക് വെളിയിൽ നിന്ന് ബന്ധിക്കുകയും വീടിന് തീയിടുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം ആ മന്ത്രവാദിയെക്കുറിച്ച് കേൾക്കാൻ ഇടയായിട്ടില്ല. ഇത്രയുമാണ് കഥ. ഇതൊരു ജർമ്മൻ നാടോടി കഥയായിരുന്നു. അപ്പോൾ ശ്രോതാക്കൾക്ക് കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു മാന്ത്രികൻ്റെ കഥയാണ്. മനുഷ്യനിൽ എല്ലാം ഈ ക്രൂരത, അല്ലേ, വല്ലാത്ത ക്രൂരമായ ഒരു മാനസിക അവസ്ഥ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇതിലൊരു ക്രൂരനായ മാന്ത്രികൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഭയം തോന്നുന്ന കഥ, അല്ലേ? ഒരു വ്യത്യസ്തമാകുന്ന ഒരു കഥയായിക്കോട്ടെ എന്നും വിചാരിച്ചു. ചില ഭയപ്പെടുത്തുന്ന കഥകൾ എല്ലാ ദേശങ്ങളിലും ഉണ്ട്. പ്രേതകഥകളും മാന്ത്രികന്മാരുടെ കഥകളും പിശാചുക്കളുടെ കഥകളും കൊള്ളക്കാരുടെയും രാക്ഷസന്മാരുടെയൊക്കെ കഥകൾ, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജർമ്മൻ നാടോടി കഥ. ഈ കഥ വായിച്ചപ്പോൾ അവസാനം സഹോദരിമാർക്കൊക്കെ ജീവൻ തിരിച്ച് ലഭിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഈയിടയ്ക്ക് പത്രത്തിൽ വന്നിരുന്നു. ഒരാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഞാൻ അതൊന്ന് പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. ഇത് നടന്നത് ഹരിയാനയിലെ കർണാൽ ജില്ലയിലാണ്. ഈ ഇടയ്ക്ക് പത്രത്തിൽ വന്നൊരു ചെറിയൊരു വാർത്തയാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. 80 വയസ്സുകാരനായ ഒരു ദർശൻ സിംഗ് ബ്രാർ ഡോക്ടർമാർ മരിച്ചതായി സാക്ഷ്യപ്പെടുത്തി. വീട്ടിൽ സംസ്കാരത്തിനുള്ള ഒരുക്കം തുടങ്ങി. മൃതദേഹവുമായി ആശുപത്രിയിൽ നിന്ന് മകൻ വീട്ടിലേക്ക് പോകുമ്പോൾ ആംബുലൻസ് ഒരു കുഴിയിൽ ചാടി. ആ നേരം മൃതദേഹം ഒന്നനങ്ങി. അടുത്തിരുന്ന മകൻ ഇത് കണ്ടയുടൻ അച്ഛൻ്റെ നെഞ്ചിടിപ്പൊന്ന് നോക്കി. അതാ നെഞ്ചുതാ പടപടാ ഇടിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു.
അവിടെ വേണ്ടവിധ പരിചരണം നൽകി അദ്ദേഹം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി. അപ്പോൾ ഇതിന് കാരണക്കാരൻ വേറൊന്നുമല്ല, നല്ല പടുകുഴിയുള്ള റോഡായിരുന്നു, കുഴിയുള്ള റോഡുകൾ. അതിലൂടെ ഇങ്ങനെ ആംബുലൻസ് ഇങ്ങനെ പടപടാന്നിങ്ങനെ ചാടി പോയപ്പോൾ ഒരു നല്ല കുഴിയിൽ വീഴുകയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരനക്കം വെക്കുകയൊക്കെ ചെയ്തു. ഹൃദയം ഇടിക്കാൻ തുടങ്ങിക്കാണും. എന്തായാലും റോഡ് കാരണം പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് കാരണം ഒരാൾക്ക് ജീവൻ ലഭിച്ചതെന്ന് കേൾക്കുന്നത്. ഇത് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ഞാൻ അതിശയോക്തി കലർന്ന് പറഞ്ഞൊന്നുമല്ല. അപ്പോൾ രസകരമായ ഒരു സംഭവം, നടന്നൊരു സംഭവം. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാഗരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.